Hello guys, നീ പറഞ്ഞോ. Hello guys, welcome to our channel. Hello guys, നമ്മുടെ വീഡിയോ അതല്ല അച്ഛൻ പറയട്ടെ. അച്ഛൻ നീ വാമി ഹലോ ഗൈസ് പറയും. അച്ഛൻ പറയും വെൽക്കം ടു അവർ ചാനൽ പറയും. അപ്പോൾ നീ എന്താ പറഞ്ഞ ക്രേസി കപ്പിൾ വ്ളോഗ്. ക്രേസി കപ്പിൾ വ്ളോഗ്. പറ എന്താ? ക്രേസി കപ്പിൾ ബുക്ക്. വ്ളോഗ് അല്ല, വ്ളോഗ്. ക്രേസി കപ്പിൾ ബോയ്. ക്രേസി കപ്പിൾ ക്രേസി കപ്പിൾ വ്ളോഗ്. എനിക്ക് റെഡ് മതി. റെഡ് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. വാ റെഡി അല്ലേ? ഓക്കെ സ്റ്റാർട്ട്. 3 റെഡി അല്ലേ? 3 2 1 സ്റ്റാർട്ട്. ആക്ഷൻ. പറ. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ക്രേസി കപ്പിൾ വ്ളോഗ്സ്. അപ്പോൾ ഗൈസ് ഇന്ന് ഞാനും വാമിയും കൂടിയിട്ട് വന്നിട്ടുള്ളത് ഒരു റിവ്യൂ പറയണം. എന്തിന്റെ റിവ്യൂ ആണ് വാമി? എന്താ അച്ഛൻ രാത്രി കാണുന്ന പരിപാടി? ഏത് കള്ളന്മാര? നമ്മൾ എന്തിന്റെ ബോസ്? എന്ത് ബോസ്? എന്തത്? ലാളം കൊടുത്തല്ലേ? വെൽക്കം ടു ബോസ് അല്ല. ഇന്ന് നമ്മൾ റിവ്യൂ പറയാൻ പോകുന്നത് ബിഗ് ലോസ് അല്ല, ബിഗ് ലോസ്. ശരിയാണ്, കാര്യം അതൊരു ബിഗ് ലോസ് ആണെങ്കിൽ കൂടി പരിപാടിന്റെ പേര് ബിഗ് ബോസ് എന്നാണ്. അപ്പൊ നമ്മളിന്ന് ബിഗ് ബോസിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. മാമിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കാരണം കുറെ പേരായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആശാന്റെ ഓരോ തരി അരിയും ഉള്ളി എടുക്കുന്നീ. വാമിക്ക് ബിഗ് ബോസിലെ ഏറ്റവും ഫേവറേറ്റ് ആരാണ്? ആരാണ്? അവിടെ നോക്കി പറ. അപ്പൊ വാമിന്റെ ഫേവറേറ്റ് ജിൻഡോ ആണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്ന് നോക്കണം. ബിഗ് ബോസ് എന്താ പരിപാടിന്റെ പേര്? ബിഗ് ബോസ്. അപ്പൊ നമ്മളിന്ന് ഇന്ന് ഞാൻ ലാസ്റ്റ് ഏതായാലും ഇനി മോർ ദാൻ 10 years ലെസ് ദാൻ 10 years 10 days ഒക്കെ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അതിൽ ഓരോ വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് മാത്രമേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സായി അതിൽ വന്നതിൽ എനിക്ക് സായി മാമനെ കണ്ടില്ലേ? മാമി അതിൽ കണ്ടില്ലേ? സായി മാമൻ വെള്ള മുടിയൊക്കെ ആയിട്ട് നല്ല താടിയൊക്കെ വെച്ചിട്ട് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നല്ല കുറ്റം പറയണ സായി അവിടെ പോയിട്ട് സായി കൃഷ്ണനായി മാറി. സീക്രട്ട് ഏജന്റ് മാമൻ സായി കൃഷ്ണനായി ഇപ്പോൾ വെറും കൃഷ്ണനായി മാറി. അവൻ സായി കൃഷ്ണനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ എന്താ പറയുക, നമ്മൾ ശരി കേട്ടോ, അവൻ എനിക്ക് ശരി വാമിയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അത് ഫസ്റ്റ്. അമ്മൻ്റെ വാമി, അച്ഛൻ്റെ മാമി. അപ്പോൾ സായിനെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ സായിനെ എനിക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഞാൻ സായിൻ്റെ കൂടെ കുറേ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് കോട്ടയത്തൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ പയ്യൻ ഒരു ഫീലിങ്സ് ഇല്ലേ, കാരണം ഇവൻ എന്ത് ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അവൻ പറഞ്ഞത് എല്ലാം കറക്റ്റാണ്. അവൻ ഞാൻ പലപ്പോഴും തോന്നുന്നുണ്ട് ഇവൻ സീക്രട്ട് ഏജൻ്റായിട്ട് ഉള്ളിൽ പോയതായിരുന്നെങ്കിൽ ചിലപ്പോൾ കപ്പായിട്ട് തിരിച്ചു വന്നതന്നെ. ബട്ട് അതിനേക്കാളും ഭയങ്കര ഹാപ്പിയാണ് അവൻ സീക്രട്ട് ഏജന്റ് മാറി സായി കൃഷ്ണനായി മാറിയത്. എനിക്കും വളരെ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം അവൻ കുറച്ച് നോർമലായി തന്നെ പറയാം. അത് അവൻ്റെ കൂടെയുള്ള ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? വാമി ഇതുവരെ കണ്ടിട്ടില്ലാന്നുള്ളൂ. അച്ഛനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. വെറുതെ അച്ഛനെ കളിയാക്കില്ല. അച്ഛൻ വലിയൊരു റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് സായി. അതുകൊണ്ട് ഞാൻ തീർച്ചയായും നിങ്ങളടുത്ത് പറയുന്നത് അതിൽ ജെന്യുനായി നിൽക്കുന്ന 2 പേര് സായും അഭിഷേകായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സായിക്ക് ഫസ്റ്റ് വോട്ട് എല്ലാവരും ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ജെന്യുൻ ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ വെൽക്കം ടു സായ. ഈ കുട്ടിനെ കൊണ്ടുപോയി വോട്ട് ഫോർ സായി പറഞ്ഞ സായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ജോക്സ് അപ്പാർട്ട്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ നിങ്ങൾ വിചാരിക്കും സായി അവിടെ എന്ത് ചെയ്തു, ഞാൻ അവൻ്റെ മെസ്സേജ് അപ്പോൾ സായി അവിടെ എന്ത് ചെയ്തു മീൻസ് ഈ ചെയ്തവരുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നന്നായി അറിയാൻ പറ്റും എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് അവിടെ. ഇപ്പോൾ ഞാൻ കുറേ വോട്ട് മീൻസ് അതിൻ്റെ ഒരു സ്റ്റോറി ഇടുമ്പോൾ തന്നെ എല്ലാവരും പറയും സായി ഒരു 10 minute സംസാരിച്ചോട്ടെ പ്ലീസ്. നിന്നെ വിശ്വസിച്ചാണ് ഞാൻ വീഡിയോക്ക് ഇറങ്ങിയത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സായി അവിടെ എന്ത് ചെയ്തു. കുറച്ച് നേരം ഉള്ളൂ. അത്
പുറത്ത് ആവശ്യത്തിലേറെ ചെയ്തതിന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. അവിടെ ചെയ്തതെന്ന് വെച്ചാൽ അവൻ ജെന്യൂനായിട്ട് നിന്നത് മാത്രമേ ഉള്ളൂ. കാരണം നോർമലി ബിഗ് ബോസിൻ്റെ നോർമലി നമ്മളൊരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ടോക്സിക് അല്ലെങ്കിൽ ഒരു അഗ്രസീവ്നെസ് ആണ് അവിടെ ഇല്ല. അതിപ്പോൾ എനിക്കായാലും റോബിൻ രാധാകൃഷ്ണൻ, അല്ലെങ്കിൽ അടുത്തതാരെ വന്നത് അഖിൽ മാരാർ, പിന്നെ സാബുണ്ണൻ, എല്ലാവരും ആ ഒരു അഗ്രസീവ്നെസ് ഉള്ളവർ മാത്രമാണ്, അല്ലെങ്കിൽ തഗ് ലൈഫ് മാത്രമാണ് ഇഷ്ടപ്പെടുന്നവർ മാത്രം അവിടെ ഇതായിട്ടുള്ളൂ. അല്ലാത്ത അവർക്കായിരിക്കും അവിടെ ഒരു മീൻസ് നമ്മുടെ ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ, ഞാൻ തന്നെ അങ്ങനെ തന്നെ, ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ തന്നെയാണെന്ന് അറിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ ഞാൻ ഈ ബിഗ് ബോസ് ആദ്യം മുതലേ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, വൈൽഡ് കാർഡ് എൻട്രി എത്തുന്നതിൻ്റെ മുമ്പ് വരെ വെറും ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ തീർച്ചയായിട്ടും പറയാം, റോക്കിൻ്റെ ഏതൊക്കെയോ പട്ടിഷോ നമ്മൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ജിൻഡോ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വൈൽഡ് കാർഡ് എൻട്രിക്ക് ശേഷമാണ് കുറച്ചൊന്നും ഇതായി വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഷിബിൻ ബ്രോ ജയിക്കുന്നത് ഞാൻ ഉറപ്പിച്ചായിരുന്നു. കാരണം നല്ല തഗ് ഇതായിരുന്നു. പക്ഷേ ഒരു ഞായറാഴ്ച ഒരു വെള്ളിയാഴ്ച ഒരു ലാലേട്ടൻ ഒന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ ഇതല്ലാതായിപ്പോയി. ബട്ട് അത് കഴിഞ്ഞ് സായി വന്നു. ഞാൻ സായിനെ സത്യം പറഞ്ഞാൽ സായി ഞാൻ ഭയങ്കര പ്രതീക്ഷയായിട്ടാണ് സീക്രട്ട് ഏജൻ്റായിട്ടുള്ളിൽ പോയി. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഐ എം സോ ഹാപ്പി ഫോർ യു. അപ്പോൾ അവൻ വിന്നർ ആവണമെന്നല്ല, ബട്ട് അവൻ അടിപൊളിയായി. അത് ഞങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും അതുകൊണ്ട് ഞാൻ പറയണം, ജെന്യൂൻ ആൾക്കാർ വന്ന് ജയിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അഭിഷേക് ആയില്ലോട്ടെ, ഇവർ രണ്ടുപേരും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടാസ്കുകൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബേസിക്കലി ബിഗ് ബോസ് പറഞ്ഞൊരു പരിപാടി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ല കണ്ടൻസ്, നല്ല ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ, ഒരു എന്താ പറയുക, പിന്നെ ഒരു എന്താ അതിൻ്റെ പേര്, ചാലഞ്ചസ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യുക, ചാലഞ്ചസ് ഒക്കെ നന്നായി ഇതാക്കുക. അതൊന്നല്ല. നോർമലി ഇവിടുത്തെ ഒരു ബിഗ് ബോസ് എന്തായി മാറുന്നു വെച്ച് കഴിഞ്ഞാൽ കോറങ്ങനെ അഗ്രസീവ് കാലം, ഇത് ബിഗ് ബോസിൻ്റെ കാലം എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ആളുടെ നമ്മുടെ കമൻട്രി ആളുടെ പേരെന്തായിരുന്നു, മറ്റേ ഇതിലെ നമ്മളെ എന്താ പറയുക, അങ്ങനത്തെ ആൾക്കാർ, നമ്മുടെ നിവിൻ പോളിൻ്റെ നിതിൻ മോളി പോലെയൊക്കെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ് ഞാൻ ഒറ്റയ്ക്ക്, അങ്ങനത്തെ ഒരു ടൈപ്പായി മാറിയിട്ട് ബിഗ് ബോസ്. പക്ഷേ അതൊന്നല്ല. ബിഗ് ബോസ് ശരിക്കും ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുറച്ച് നല്ല കാരണം ഫാമിലി കുട്ടികൾ എല്ലാവരും കാണുന്നതുകൊണ്ട് നല്ല ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതൊക്കെയാണ്. ബട്ട് അങ്ങനത്തെ ഒരു സംഭവമേ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ധൈര്യത്തോടെ അഭിഷേകിനെയും സായിനെ ആയാലും ധൈര്യത്തോടെ വോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പമില്ല. ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ഓൾവേസ് സായി, ഓൾവേസ് മൈ ചങ്ക്. അതുകൊണ്ട് പിന്നെ അഭിഷേകം കൊള്ളാം. ജിൻഡോ ഒബ്വിയസ്ലി ഞാൻ ജിൻഡോൻ്റെ നല്ലൊരു ഫാനാണ്. ഇപ്പോൾ വാമി പറഞ്ഞ പോലെ ജിൻഡോൻ്റെ നല്ല ഫാനാണ്. കാരണം ജിൻഡോൻ്റെ തഗ്സ് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ജാസ്മിൻ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമില്ലാത്തൊരു നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്. കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ ഫസ്റ്റ് പാർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ പേളിഷ് ശ്രീനിഷ് ആവും വന്നിട്ട് മൂഞ്ചിഷ് ആയ ഒരു കപ്പിളായിരുന്നു. കാരണം ജാസ്മിൻ ഒറ്റ ഒരാൾ കാരണമാണ് ആ പാവം ഗബ്രി ഔട്ടായത്. പക്ഷെ അവൻ പോട്ടെ, അവൻ അത് അർഹിക്കുന്നുണ്ട്. കാരണം അവനൊരു ഒരു നല്ല അടിപൊളി സംസാരിക്കും, എല്ലാം സൂപ്പറാണ്. ഇപ്പോൾ ജാസ്മിനായാലും വാക്ക് തർക്കത്തിലൊക്കെ ചിലപ്പോൾ ജാസ്മിൻ്റെ ഒപ്പം ഒന്നും ആർക്കും അവിടെ നിൽക്കാൻ പറ്റൂല. പക്ഷേ നമ്മൾ ഈ ജാസ്മിനെ ഫസ്റ്റ് ഏറ്റവും എനിക്ക് കോമഡി തോന്നുന്നില്ല, ജാസ്മിനെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ നല്ല കൊള്ളാലോ, നല്ല അടിപൊളി കുട്ടി, സാഹിബ എന്നുള്ള മ്യൂസിക്കിൽ വന്നിട്ട് ഫസ്റ്റ് നോക്കണം, ഏട്ടാ നോക്ക്, നിനക്കറിയോ, നിനക്കെന്നെ അറിയോ, ഏറ്റവും പുല്ലോ ചാളമേരിയായിരുന്നു എന്ന് പിന്നീട് അറിയണത്. ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ സങ്കടമായിട്ടുള്ളത് ബിഗ് ബോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ പുറത്തുള്ള എന്താണ് പേര്, അഫ്സല. അപ്പോൾ അതിൻ്റെ പേരെന്തായിരുന്നു, അഫ്സൽ. അവൻ റീസെൻറ്റ് വീഡിയോ വരെ ഇട്ടിട്ടുണ്ട്, തേച്ചൊട്ടിച്ച് പണ്ടാരടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് അതൊക്കെ കൂടി കണ്ടപ്പോഴും പിന്നെ ഗബ്രിയായിട്ടുള്ള ഒരു ഇതും വെച്ചിട്ട് അവളുടെ ഒരു സ്ട്രാറ്റജി, അവൾ ഫസ്റ്റ് മുതൽ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്നതാണെങ്കിൽ ജാസ്മിൻ കൺഫേം വിന്നറാണ്. ഇപ്പോൾ ജാസ്മിനൊരു കപ്പ് പദ്ധതി എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അതിനെ കുറിച്ചാണ് ശ്രീതു, പിന്നെ അർജുൻ ശ്രീതു എന്നുള്ള കോംബോ ഉള്ളൊന്ന് പിടിച്ചുകൊണ്ട് പോകണമുള്ളൂ. ബട്ട് അവർക്ക് ഭയങ്കര വോട്ടും ഇതുള്ളത് എന്തിനാണെന്ന് അറിയില്ല. ശ്രീതു മീൻസ് ഞാൻ അടുത്ത എവിക്ഷൻ എൻ്റെ പ്രഡിക്ഷനിൽ പറയുകയാണെങ്കിൽ അടുത്ത് പോകാനുള്ള ഫസ്റ്റ് ശ്രീതു, നന്ദന, പിന്നെ ലേഡീസ് ഒബ്വിയസ്ലി അവർക്ക് വേണം. അതുകൊണ്ട് വിന്നറായിട്ട് മേ ബി എൻ്റെ ഒരു പ്രഡിക്ഷൻ പ്രകാരം ഈ ഒരു ഇതിൽ വരാൻ പോണത് ലാലേട്ടൻ്റെ ഈ കയ്യിൽ ജിൻഡോ, ഈ കയ്യിൽ ജാസ്മിൻ, ഈ കയ്യിൽ അല്ല ടോപ്പ് 2 ആട്ടെ ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ പ്രഡിക്ഷനാണ് ടോപ്പ് 2 വരാൻ പോകുന്നത് ഈ കയ്യിൽ ജിൻഡോ, ഈ കയ്യിൽ ജാസ്മിൻ. എന്നിട്ട് ജിൻഡോ എന്നിട്ട് വിന്നർ പറയും. ജാസ്മിൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ഒരാഴ്ചക്ക് പൊങ്കാലയും ട്രോളർമാർ അടുത്ത കുറേ അടിപൊളിയാക്കും. പക്ഷേ ജാസ്മിൻ ഒരിക്കലും വിന്നറായിട്ട്, കാരണം ജിൻഡോ അത്യാവശ്യം നല്ല രീതിയിൽ മീൻസ് അത്യാവശ്യം കുറേ നെഗറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടൻസ് ആണെങ്കിൽ കൂടിയിട്ട് ഉള്ളിൽ ആൾ അത്യാവശ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. ബട്ട് ലാസ്റ്റ് ടോപ്പ് 5 എന്തായാലും എൻ്റെ സായി കൃഷ്ണയും വരുന്ന എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ വോട്ട് ഫോർ സായി. ആൻഡ് ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ നല്ല അടിപൊളി ഉളപ്പരിപാടിയൊക്കെ ആണെങ്കിൽ കൂടി, വാമി പറഞ്ഞ പോലെ ഉളപ്പരിപാടി ആണെങ്കിൽ കൂടി
ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിനെ താഴെ വോട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിർ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, കാരണം സീരിയസ്ലി പി ആർ വർക്ക്സ് ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസിന് ഏതെങ്കിലും ഒരു അർജുൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ശ്രദ്ധിച്ചാൽ മതി. അർജുൻ കൊണ്ട് കുറേ ഉണ്ടാവും. അതിലെല്ലാവരും പ്രൊഫൈൽ ജസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 0 ഫോളോവർ 0 പോസ്റ്റ് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവും. അതെന്താ വെച്ചാൽ പി ആർ വർക്ക്, അതിൻ്റെ ഒരു ഇതാണ്. അത് ഞാൻ അർജുൻ്റെ കണ്ടിട്ടുണ്ട്, ജാസ്മിൻ ആർമിയിൽ പിന്നെ ഞാൻ നന്നായി കണ്ടിട്ടുണ്ട്, ഇപ്പോൾ സായിൻ്റെ ഉണ്ട്. എല്ലാവർക്കും പി ആർ വർക്ക്സ് ഉണ്ട് കേട്ടോ. പി ആർ വർക്ക് അതിൽ ഇല്ലാത്തതായിട്ട് ഇപ്പോൾ ഞാൻ ആരെയും കണ്ടിട്ടൊന്നുമില്ല. ഒന്നാമത് അവർക്ക് ആ സോഷ്യൽ മീഡിയ ഫെയിം ഉള്ളവർക്ക് ഒബ്വിയസ്ലി അത് ഏതിലാണ്. ഈവൻ ഇപ്പോൾ നമ്മൾ സിനിമ ഇറങ്ങിയാൽ പോലും നമ്മൾ സിനിമയുടെ പ്രൊമോഷൻസ് ചെയ്യാറുണ്ടല്ലോ, സിനിമ ഹിറ്റാകാൻ വേണ്ടി നമ്മൾ പ്രൊമോഷൻ. അതുകൊണ്ട് ഇത് വലിയ തെറ്റായിട്ടൊന്നുമില്ല, ബട്ട് അതൊരു മേജർ ഫാക്ടറാണ്. കാരണം ഒരു ചെറിയ കാര്യത്തിന് തഗ്ഗായിട്ട് വരുന്നത്. പിന്നെ ഏറ്റവും വലിയ ബിഗ് ബോസിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ബിഗ് ബോസ് നമ്മൾ കാണുന്നത് എല്ലാ ദിവസവും രാത്രി നമ്മൾ ബിഗ് ബോസ് കാണും. കുറേ പേര് ലൈവ് കാണും. ഈ ലൈവ് പറയണത് ലൈവല്ല, നമ്മൾ തലേ ദിവസത്തെയാണ് കാണുന്നത്. അപ്പോൾ ഈ ബിഗ് ബോസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ആനയെ പട്ടിയാക്കാനും പറ്റും, പട്ടിയെ ആനയാക്കാനും പറ്റും. കാരണം എന്ന് വെച്ചാൽ ഈവൻ ലൈവ് ഈസ് എഡിറ്റഡ് ആണ്. കാരണം എഡിറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ നോർമലായിട്ട് ഇവർ സംസാരത്തിൻ്റെ ഇടയിൽ ഓരോ ബ്രാൻഡ്സിനെ കുറിച്ചൊക്കെ പറയും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ആ ബ്രാൻഡ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എല്ലാവർക്കും പെയ്ഡാണല്ലോ, എല്ലാത്തിനും ഇവർക്ക് ലക്ഷങ്ങളും കോടികളും എടുത്തിട്ട് പെയ്ഡാണ്. അപ്പോൾ വേറൊരു ബ്രാൻഡിനെ വെറുതെ ഇവർ പ്രൊമോട്ട് ഇല്ല. അതുകൊണ്ടാണ് ബീപ്പ് സൗണ്ടൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഈവൻ ലൈവ് എഡിറ്റഡ് ആക്കാൻ കാരണം. പിന്നെ അവർക്ക് തീരുമാനിക്കാം. അതായത് ഇപ്പോൾ എന്നെ ഒരാൾ തെറി പറഞ്ഞു, അപ്പോൾ ഞാൻ തിരിച്ച് പറയണത് കട്ടാക്കിയിട്ട് ഞാൻ ഇരുന്ന് മോങ്ങണത് അവർക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെറും പട്ടിയായി, അവൻ മാസായി. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിനെ തീരുമാനിക്കുക അവിടെ എന്താവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പക്ക ഒരു സീരിയൽ പോലൊക്കെ തന്നെ ആക്കിയാൽ തന്നെ, ബട്ട് അഖിൽ മാരാറിനെ പോലെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ എവിടെ ഇട്ട് കഴിഞ്ഞാൽ തഗ് തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ ബിഗ് ബോസിലെ എന്നും ഫേവറേറ്റ് അഖിൽ മാരാർ തന്നെയാണ്. ആണെങ്കിൽ ആൾ മാസാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ ഒരേ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് വിന്നറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ബട്ട് വോട്ട് ഫോർ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. കാര്യം എന്ന് വെച്ചാൽ ജെന്യൂൻ ആൾക്കാരെ നമ്മൾ ആരെങ്കിലും വോട്ട് ചെയ്തിടുമോ, ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിടുമോ. അവർ നല്ല രീതിയിൽ ഇപ്പോഴത്തെ ചാലഞ്ചസ് ഒക്കെ അടിപൊളി ചെയ്യുന്നുണ്ട്. അഭിഷേക് ആയാലും നന്നായി ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. ചെറിയ പിള്ളേരെ പോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് കുറച്ച് നല്ലൊരു പ്ലേയേഴ്സിനെയും വോട്ട് ചെയ്യാൻ ഇതാക്കുക. അപ്പോൾ ഈ വീഡിയോ ഞാൻ ബിഗ് ബോസിന് വേണ്ടി വെച്ചാൽ കുറേ പേര് ഏട്ടൻ്റെ ഫേവറേറ്റ് ആരാണ്, അവൻ്റെ ഫേവറേറ്റ് ആരാണ്. പിന്നെ ഞാനും ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും അവിടെ ജാസ്മിനും നോറയും സായും എല്ലാവരും ഉണ്ടാകുമ്പോൾ ഞാൻ അവരെ പേഴ്സണലായിട്ട് നല്ല അറിയുന്നത് കൊണ്ടും വീഡിയോ ഇടണമെന്ന് തോന്നി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടൻസിന് താഴെ അടിക്കുക. എന്നെ ഇഷ്ടപ്പെടുത്ത് ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ താഴെ എന്നെ എയർലാക്കാൻ തോന്നി താഴെ കമൻറ്റ് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇനി ബിഗ് ബോസ് ആയിട്ട് വരില്ല, ഇനി അടുത്ത വിന്നർ. ബട്ട് എൻ്റെ പ്രൊഡിക്ഷൻ നോക്കിക്കോ, ജിൻഡോ ജാസ്മിൻ ആൻഡ് ദ ബിഗ് ബോസ് സീസൺ 5 അല്ലത് ജിൻഡോ ജാസ്മിൻ ആൻഡ് ബിഗ് ബോസ് സീസൺ 6 വിന്നർ ഗോസ് ടു ജിൻഡോ പറയും. അപ്പോൾ എല്ലാവരും ഓ എന്ന് പറയും, അതായിരിക്കും എൻഡിങ്. അപ്പോൾ ഗുഡ് നൈറ്റ്. നോക്കിക്കോ, അതന്നെ ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എയർലോ അഭിഷേക് ഈവൻ ജിൻഡോ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പോക്കെന്ന് പറയും. ഈ ഗുഡ് നൈറ്റ് തിരിച്ചെടുത്തിരിക്കണോ നീ ചോദിച്ചതുകൊണ്ട് പറയാം. ജിൻഡോ ഇന്ന് വരെ ജിൻഡോ ആണ്, പക്ഷേ പറയാൻ പറ്റില്ല. ലാസ്റ്റ് 5 ഡേയ്സിൽ ഷിഫ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അഭിഷേകിന് നല്ല സാധ്യതയുണ്ട്. ശ്രീതു അർജുൻ ഒരിക്കലാവില്ല. കാരണം ആ കോംബോ ഈവൻ അർജുൻ ഒറ്റയ്ക്ക് നിന്നാണ് കൂടി ചിലപ്പോൾ ഔട്ടാ. അവർ കൺകളിരുന്ന അതുകൊണ്ട് അർജുൻ നല്ല പ്ലെയറാണ്, പക്ഷേ ശ്രീതു അതുകൊണ്ട് പിടിച്ച് നിൽക്കുകയാണ്. അല്ലാതെ ശ്രീതു അവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പം മാത്രം എന്തൊക്കെയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ല നന്ദന നിൽക്കണമെന്ന് എന്താ വെച്ചാൽ നന്ദനയ്ക്ക് അത് സിജോ ഉണ്ടായിരുന്നു അവിടെ പറയുമ്പോലോ. സിജോ ഉണ്ട്, അത് ഞാൻ മറന്നോട്ടാ. സിജോവും സൂപ്പറാണ്. കാരണം നാവ് സൂപ്പറാണ് അവൻ്റെ. സിജോവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സിജോവും കൊള്ളാം. അപ്പോൾ സിജോ നല്ലൊരു കണ്ടസ്റ്റൻ്റ്, കാരണം അവൻ്റെ നാവ് സൂപ്പറാണ്. ബാക്കിയെല്ലാം ഇതൊന്നുമില്ല. അപ്പോൾ ഈവൻ ഇഫ് നോട്ട് ജിൻഡോ, സിജോന് ചാൻസ് ഉണ്ട്, അഭിഷേകിന് ചാൻസ് ഉണ്ട്. പറയാൻ പറ്റില്ല. എൻ്റെ സായിക്കുട്ടൻ സീക്രട്ട് ഏജൻ്റായിട്ട് ലാസ്റ്റ് 10 ദിവസം മാറിക്കഴിഞ്ഞാൽ സീക്രട്ട് ഏജൻ്റായി വന്നു കഴിഞ്ഞാൽ അവനും കപ്പെടുക്കാൻ സാധ്യതയുണ്ട്. ജാസ്മിൻ എടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് എയറിലാവും. നന്ദന ഔട്ടാകാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? നന്ദന ഔട്ടാകാൻ പോകുന്നത് മറ്റേ ക്യാഷ് എടുക്കുന്ന റൗണ്ടില്ലേ, ആ റൗണ്ടിൽ നന്ദന ക്യാഷ് എടുക്കും, അവൾ സ്കൂട്ടാവും. ഈ വരുന്നതിൽ ആര് ഇതാവുന്നറിയില്ല. ഫൈനൽ ടോപ്പ് 5 എൻ്റെ പ്രഡിക്ഷനിൽ ജാസ്മിൻ ജിൻഡോ കൺഫേം. അഭിഷേക് ഈ ഒരു കോമ്പറ്റീഷൻസിലെല്ലാം ടോപ്പ് ആവണമെന്നുണ്ട്. അഭിഷേക് കയറും 3. പിന്നെ സിജോ 4. 5ാമത് മാത്രം നോക്കുക. 5ാമത് ഒന്നില്ലെങ്കിൽ സായി,
അല്ലെങ്കിൽ അർജുൻ. ഇവർ രണ്ടിലും ഒരാൾ ടോപ്പ് 5 വരും. എന്നിട്ട് കപ്പ് ജിൻഡോ എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ അഭിഷേക് എടുക്കും, അല്ലെങ്കിൽ സിജോ എടുക്കും. ജാസ്മിൻ സെക്കൻഡ് കൺഫേം ജാസ്മിനാണ്, അത് അവൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. കപ്പ് പദ്ധതിയായിട്ട് അവർ തുടങ്ങിയതാണ്, പക്ഷെ അത് കപ്പായി കൊടുത്തു കഴിഞ്ഞാൽ അവർ എയർ പദ്ധതിയായി മാറും, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഗുഡ് നൈറ്റ്. ജയ് ബിഗ് ബോസ്. ജാസ്മിൻ്റെ പാവയാണത്. ജാസ്മിൻ്റെ അച്ഛൻ കൊണ്ട് ശരിയല്ല, ജാസ്മിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന പാവയാണ് വിചാരിച്ചു. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. ഇത് പൊളിക്കും.